ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതേ, കുക്കറിലൊക്കെ ചോറ് വയ്ക്കാൻ പലർക്കും ഭയങ്കര പാടാണ്, അറിയത്തില്ലെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ കുക്കറിൽ ചോറ് വയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചുതരാം. വെള്ളമയമൊന്നും ഇല്ലാതെ ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നമ്മൾ സാധാരണ കുക്കറിനകത്ത് ഒരു ഒന്നേകാൽ നമ്മളെ നാഴി പോലത്തെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മളെ ശബരിമലയിൽ നിന്ന് എടുത്ത് പായസം കിട്ടത്തില്ലേ, അതിന് ഒരു ഒന്നേകാൽ ഗ്ലാസ്സാണ്. അത് വെച്ചാണ് ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ. അരവണ വരുന്ന ആ ടിന്നാണ് ഞാൻ നാഴിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വേവ് കണ്ടോ നിങ്ങൾ? ഇത്രയേ വെന്തിട്ടുള്ളൂ കണ്ടോ. എളുപ്പം കാണിച്ചു തരുന്ന പണിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മളങ്ങ് ഊറ്റുക. നമ്മൾ ഇതേ കണക്കൊരു അരിപ്പ വെച്ചിട്ട് ഈ ചോറങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇതിങ്ങനെ അങ്ങ് ഊറ്റിയെടുക്കണം. കണ്ടില്ലേ, ഈ ചോറ് ഞാൻ ഊറ്റിയെടുത്തുണ്ട്. ഇതിൻ്റെ വേവൊന്ന് നോക്കേ, വെറും ഒന്ന് കുതിർന്ന് വന്നിട്ടേ ഉള്ളൂ, ഒരു മണി പോലെ ആയിട്ടേ ഉള്ളൂ. കണ്ട, നമ്മൾ കഴിക്കാൻ പറ്റുന്ന രീതിയല്ല, ഒന്ന് കുതിർന്ന് ഒന്ന് ഉയർന്ന് വന്നിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൽ തന്നെ നമ്മൾ വെള്ളം നോക്കണം ഒഴിക്കുന്നത്. ഒരു അര ഗ്ലാസ് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ. അര ഗ്ലാസ് വെള്ളത്തിലോട്ട് കണ്ടില്ലേ, അര ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മൾ വീണ്ടും ഈ ചോറ് തട്ടിയിടുക. ഇത്രയേ ഉള്ളൂ. തട്ടിയിട്ടിട്ട് നമ്മൾ സാധാരണ കണക്ക് ഇതടയ്ക്കുക. എളുപ്പപ്പണിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വേവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ചൂട് കുക്കറാണ് കേട്ടോ. 2 വിസിൽ ഇങ്ങനെ വയ്ക്കുക. 2 വിസിൽ കേൾക്കുക, ഓഫാക്കുക. ചോറ് നല്ല പഞ്ഞി കണക്ക് വെന്തിരിക്കും. ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കറിനകത്ത് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. കുക്കർ അടച്ച് 2 വിസിൽ കേൾക്കുക. ചോറ് നല്ല ഭംഗിയായിട്ട്, നല്ല വെള്ളമയമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇതേ കണക്ക് എല്ലാവരും ഒന്ന് എളുപ്പം ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോസ് ഞാൻ അടുത്ത ദിവസം കാണാം. ഓക്കെ, ഞാൻ ഓഫാക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ആ വേവിച്ച ചോറും കൂടെ ഒന്ന് കാണിച്ചു തരണമല്ലോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിസിൽ കേൾക്കട്ടെ, 2 വിസിൽ കേൾക്കട്ടെ. 2 വിസിലിന് ശേഷം ഞാൻ ആ ചോറ് എങ്ങനെ ഇരിക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കാം കേട്ടോ. ഞാൻ പറയാനങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെന്ത് ഞാൻ ആ ചോറ് ഏത് രീതിയിലാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ രണ്ടാമത്തെ വിസിൽ, ഒരു വിസിലെടുക്കാൻ മറന്നുപോയി. 2 വിസിൽ നമുക്ക് ഓഫാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇത് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് 2 വിസിൽ കേൾപ്പിച്ച ചോറ് ഇങ്ങനെ തന്നെ ഇതെല്ലാം മാറി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ ചോറ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എളുപ്പമാണ്. ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച്, നിങ്ങൾ ചോറിനനുസരിച്ചുള്ളതാ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ. ചൂട് കണ്ടില്ലേ, ചോറ് നല്ല മുല്ലപ്പൂ പോലായി. ഓക്കെ, ഇതാണ് എളുപ്പപ്പണി എന്ന് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. എളുപ്പമായിട്ട് നമുക്ക് ചോറ് ശരിയാക്കി എടുക്കാം. ഓക്കെ.